BBC എപ്പോഴും മോദിക്കെതിരെ വാർത്തകൾ മെനയാൻ ഭയങ്കര തയ്യാറെടുത്തിരിക്കുന്ന ഒരു മാധ്യമമാണ്. BBC താലിബാനിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്നൊരു വിവരം തന്നെയാണ്. കാരണം ഒരു മാധ്യമ ചാനൽ ഒരു മത തീവ്രവാദത്തെ വളർത്തുന്ന ഒരു രാജ്യത്ത് നിന്ന് പണം വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അത് വളരെ ഗൗരവത്തോട് കാണേണ്ട കാര്യമാണ്. എന്താണ് അതിൻ്റെ പിന്നിലെ ഒരു BBC ഇതിനേക്ക് പ്രേരിപ്പിച്ചത് എന്താണ്? BBC നമ്മൾ നമുക്കറിയാം, അതൊരു ബ്രിട്ടീഷ് ചാനലാണ്. കുറച്ച് കാലമായിട്ട് ഈ ബ്രിട്ടനും ഫ്രാൻസിനും ഒരു പ്രത്യേക സ്നേഹമാണ് അഫ്ഗാനിസ്ഥാനോട്, അല്ലെങ്കിൽ ചില അറബ് രാഷ്ട്രങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ഫലം അവരിപ്പോൾ അനുഭവിക്കണമുണ്ട്. അതിൻ്റെ വേറൊരു പകിട്ടാണ് ഇപ്പോൾ ഇവർ ചെയ്യണത്. കാരണം ഈ ബ്രിട്ടനിലേക്ക് കുടിയേറി കേൾക്കണ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഉള്ള ആളുകളുടെ തലമുറകൾ പഠിച്ചിറങ്ങിയേക്കുന്ന ജേർണലിസം പഠിച്ചിറങ്ങിയ എല്ലാ സുഡാപ്പികളും ഇപ്പോൾ ഉള്ളത് BBC. ഇപ്പം ശരിക്കും BBC, അൽ ജസീറ ഇതിലേതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ BBC വന്നിരിക്കുന്ന പുതിയതായിട്ട് ഇപ്പോൾ ഖുറാനെ സംബന്ധിച്ചുള്ള ഖുറാൻ എങ്ങനെ ഹദീസുകൾ എങ്ങനെ വായിക്കാമെന്നുള്ള അതിൻ്റെ അടുത്ത് ക്ലാസ് കൊടുക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ താലിബാൻ്റെ ഈ ഇഷ്യൂ വന്നിരിക്കുന്നത് BBC തന്നെ ഒരു റേഡിയോ ചാനലുണ്ട്, ടെലിഗ്രാം എന്ന് പറയുന്നത്. ആ ടെലിഗ്രാമിൻ്റെ ചാനലിലാണ് ഈ താലിബാനെ സപ്പോർട്ട് ചെയ്തുള്ള കാര്യങ്ങൾ തന്നെ. താലിബാനിലെ സ്ത്രീ സുരക്ഷ, സ്ത്രീകളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഇറാനിൽ കണ്ടതിൻ്റെ വേറൊരു ഇച്ചിരി ടൈറ്റായിട്ടുള്ളൊരു ഇതാണ് താലിബാനിലുള്ളത്. അപ്പോൾ അതിനെയൊക്കെ ശരിക്കും BBC സപ്പോർട്ട് ചെയ്യുവാണോ, അല്ലെങ്കിൽ മുസ്ലിമല്ല ഈ പറയുന്ന അറബ് രാജ്യങ്ങളിലുള്ള കുറേ സ്ത്രീകളോടുള്ള ഒരു പിന്തിരിയൽ, ഒരു മനോഭാവമുള്ള ആ ഒരു സംഗതികളെല്ലാം കൂടുതൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ. അതായത് സ്ത്രീകൾ ഇപ്പം നമുക്കിവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് സ്ത്രീ വീട്ടിലിരിക്കുന്ന പറയുള്ള അതുപോലുള്ള ശുദ്ധ മണ്ടത്തരങ്ങൾ മുഴുവൻ അതാണ് ആ ഒരു രാജ്യത്തിൻ്റെ, അല്ലെങ്കിൽ അഫ്ഗാൻ പോലുള്ള രാജ്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നതെന്നുള്ള രീതിയൊക്കെ ഭയങ്കര സംഭവമായിട്ട് ഉയർത്തിക്കൊണ്ട് വരുവാണ് ഇപ്പോൾ BBC ചെയ്യുന്നത്. BBC ലോകത്തിലെ ഏറ്റവും നല്ലൊരു ചാനലായ ഒരു കാലത്ത് ഇരുന്നാണ്, ഏറ്റവും നല്ല ജേർണലിസ്റ്റുകളുള്ള ചാനൽ. കാരണം എനിക്കൊന്ന് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഒക്കെ ആ ടൈമിൽ ഏറ്റവും കത്തി നിന്നൊരു ചാനലാണ് BBC. ആ BBC ഇന്നിപ്പോൾ സുഡാപ്പികളുടെ കയ്യിൽ ഇങ്ങനെ അമ്മാനാടുന്ന അവസ്ഥയാണ്. അത് BBC സംബന്ധിച്ചിടത്തോളം BBC പറയുന്നത് പോലെ BBC ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ജേർണലിസ്റ്റുകളും ഉണ്ടാകില്ല. എല്ലാവർക്കും ആഗ്രഹമാണ് BBC ഒന്ന് ജോലി ചെയ്യണമെന്നുള്ളത്. പക്ഷേ പൃഥ്വിരാജിന്റെ ഭാര്യയൊക്കെ BBC നിന്ന് വർക്ക് ചെയ്തിട്ട് വന്ന ആളുകളാണ്. പക്ഷെ BBC ഒരുപാട് മാറി. BBC മാറിയെന്ന് പറയുന്നത് ഈ തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ മതത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുടെ സപ്പോർട്ടോടുകൂടി BBC പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടി BBCയുടെ അജണ്ട തന്നെ അവർ മാറ്റി. അവർ വർക്ക് ചെയ്യുന്നത് ഈ ചില മത തീവ്രവാദത്തെ വളർത്തുന്ന അല്ലെങ്കിൽ മതരാജ്യങ്ങൾ കൂടുതൽ മതത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ടല്ലോ, മതമാണ് ഏറ്റവും വലുത്, അവിടെ മറ്റൊന്നിനും സ്ഥാനമില്ല എന്ന് പറയുന്ന ഈ താലിബാൻ, അഫ്ഗാൻ, ഇറാൻ ഒക്കെ പോലെയുള്ള രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് BBC മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവരുടെ ആജീവനാന്ത ശത്രു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയാണ്. BBC മുഴുവൻ ഇരുന്നിപ്പോൾ ഇന്ത്യ കുറ്റം പറയാം. BBC രാവിലെ തുറന്നു നോക്കുമ്പോൾ തന്നെ ഒരു 4 എണ്ണം ഉണ്ടാവും ഇന്ത്യയിലെ മോദിയെ കുറ്റം പറഞ്ഞ, അല്ലെങ്കിൽ മോദി അത് ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത്. ആ ഒരു നിലവാരമാണ് ഇവരുടെ. ഇപ്പം പൊതുവെ ബ്രിട്ടനിൽ ഈ കാണുന്ന എല്ലാ മാധ്യമങ്ങളിലും നോക്കിയാലും ഒരു അറബല്ല, ഒരു മുസ്ലിം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു താലിബാൻ സ്നേഹമൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ റെഫ്യൂജീസാണ് അവിടെ കൂടുതലും ചെയ്തേക്കുന്നത്. ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഈ പറയുന്ന താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവിടെ നിന്നൊക്കെയുള്ള ഇപ്പോൾ യൂറോപ്പിലേക്ക് കൂടുതലും പോകുന്ന റെഫ്യൂജീസ് ഇത്തിരി സാമ്പത്തികമായിട്ട് ഉയർന്നവരായിരിക്കും. അവരെല്ലാം പ്രത്യേകിച്ച് ബ്രിട്ടനിലെന്ന് പറഞ്ഞാൽ, ബ്രിട്ടനിലിപ്പോൾ ഈ റോഡുകൾ പോലും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ബോംബെയിലെ തെരുവുകൾ പറയുന്ന അവസ്ഥയാണ്. എവിടെ ചെന്നാലും അവരുടേതായ രാജ്യങ്ങളുടെ ഓരോ സ്ട്രീറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ ഈ മാധ്യമങ്ങൾ എന്നും ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതല്ലേ. അപ്പോൾ അവരിലേക്ക് ഇത് ഇൻജക്റ്റ് ചെയ്യുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും മുൻനിരയിൽ നിൽക്കുന്ന BBC പോലുള്ളത് ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു മതം ഇൻജക്റ്റ് ചെയ്യുന്ന രീതിയിൽ പോയുള്ള അവസ്ഥ എന്തായിരിക്കും? കലാപത്തിലേക്ക് പോയി. ഇതേ അവസ്ഥയാണ് കേരളത്തിലെ ഈ ചില അടുപ്പുകൂട്ടിയ ചർച്ചകളിലൊക്കെ നമ്മൾ കാണുന്നത്. ഇവർ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ചില ചാനലുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. അടുപ്പുകൂടിയ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിനെ രാജാവായി വാഴ്ത്തുക. യഹ്യ സിൻവർ മരിച്ചപ്പോൾ പറഞ്ഞത് പിന്നെന്താ, സമാധാനത്തിന്റെ പൂച്ചണ്ട് താഴെ വീണ് ഉടഞ്ഞു വന്നോ, അങ്ങനെ എന്തോ ഒരു
രക്തസാക്ഷി പിന്നെ വീണ് മരിച്ചു വന്നു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ഇപ്പോൾ തീവ്രവാദത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നേതാക്കളുടെ ഫോട്ടോകൾ ആനപ്പുറത്ത് വെച്ച് എഴുന്നള്ളിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന തലമുറ ചിന്തിക്കുന്ന എന്താണ്, ഇവർ തീവ്രവാദം ചെയ്യുന്നത് നമുക്ക് വേണ്ടി കൂടിയാണ്, സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, ലോകരാജ്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനൊരു ചിന്താഗതി ഇപ്പോഴത്തെ തലമുറയെ വഴിതെറ്റിക്കാൻ പറ്റില്ല. അവർ കുറച്ചുകൂടി പിന്നെ എന്താ പറയുക, വിവരവും ബുദ്ധിയുമുള്ളവരാണ്. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദികളെ യഹ്യാ സിൻവറിനെയും ഹസൻ നസറുള്ളയെ പോലെയുള്ളവരുടെയൊക്കെ ഫ്ലക്സ് വെച്ചുകൊണ്ട് അവരെ എഴുന്നള്ളിക്കുന്ന കാണുമ്പോൾ സമൂഹം ചിന്തിക്കുന്ന എന്താണ്, ഇവർ നമുക്ക് വേണ്ടി പോരാടിയ ധീര യോദ്ധാക്കളാണ് എന്നുള്ള ഇത് തന്നെയാണ് BBC-യും പടച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണ്, ഇവരെയൊക്കെ നമ്മൾ ഇങ്ങനെ പിന്നെ എന്താ ആഘോഷിക്കപ്പെടേണ്ടവരാണ്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ വീരപരിവേഷം നൽകേണ്ടവരാണ് നമ്മൾ. അത്തരത്തിലൊരു ചിന്ത ആളുകളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നു. പിന്നെ പണം, എല്ലാത്തിനും ഉപരി പണമാണല്ലോ. പണം കിട്ടുമ്പോൾ അത് ലോകത്തിൻ്റെ തന്നെ നാശത്തിന് പ്രവർത്തിക്കുന്നവരാണോ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ രാജ്യങ്ങളുടെ ജനങ്ങളുടെ സമാധാനം ഇല്ലാതാക്കുന്നവരാണോ എന്നുള്ള ചിന്തയൊന്നുമില്ല. പണം കിട്ടിയാൽ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ, ഏത് തീവ്രവാദികൾക്കൊപ്പം നിൽക്കാനും ഒട്ടകത്തിന് ഇടം കൊടുത്ത അവസ്ഥയാണ്. ഇവരെ തട്ടിയിട്ട് നടക്കാൻ പാടില്ല. ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിലൊക്കെ ഇനിയിപ്പോൾ നാളെ UK ഇപ്പോൾ ചിലപ്പോൾ വെള്ളിയാഴ്ച അവധി വരെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്കാണ്. അവർ രാഷ്ട്രീയത്തിലും അതുപോലെ ബിസിനസ്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത്, റിയൽ എസ്റ്റേറ്റ് അതുപോലുള്ളതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ, ഈ മതവിഭാഗക്കാരെ ഏറ്റവും കൂടുതൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചാനലിലും ഇതുപോലെ തന്നെ കാണാം. ഇപ്പം നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ പല ചാനലുകളും അവരുടെ ചാനലുകളായി മാറിക്കൊണ്ടിരിക്കുക. വൈകുന്നേരങ്ങളിലൊക്കെ ചർച്ചകളിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇതിലേത് ഒരാളെ വിളിച്ചിരുത്തി, ഒരു മതവിഭാഗത്തിനെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് മാത്രം വേണ്ടി സംസാരിക്കണ പോലെ നടുക്കിരിക്കുന്ന ആളെ അവരുടെ കൂടെയാണോ അതോ മീഡിയേറ്റർ ആവേണ്ടവർ പിന്നെ ഒരു വിഭാഗത്തിൻ്റെ കൂടെ മാത്രം കാണുന്ന അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു BBC, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ BBC പണ്ടേ നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് BBC ഇന്നും BBC എന്ന് പറയുന്നതുള്ളൂ. ബാക്കി ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് BBC ആരുടെ കയ്യിലാണെന്നും അതൊരു സുഡാപ്പി ചാനലാണ്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് കേരളത്തിൽ നമ്മളൊരു സുഡാപ്പി ചാനൽ പറയില്ലേ, ആ സെയിം അവസ്ഥ സുഡാപ്പിയുടെ ഒരു ചാനലായി BBC മാറിയിട്ടുണ്ട്. അല്ല, മാറുന്നതിൽ നമുക്ക് തെറ്റില്ല. അവരിപ്പോൾ ഓരോ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കട്ടെ, അതിലല്ല. പക്ഷേ രാജ്യത്തെ വിഘടിപ്പിക്കാനും രാജ്യത്തിന് സമാധാനം ഇല്ലാതാക്കാനും രാഷ്ട്രങ്ങളെ തമ്മിലടിപ്പിക്കാനും ശ്രമിക്കുമ്പോഴാണ് നമുക്കത് പ്രശ്നമായി വരുന്നത്, നമ്മളത് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറാൻ BBC തയ്യാറായില്ലെങ്കിൽ BBC-ക്ക് പൂട്ടുപിഴുമെന്നുള്ള കാര്യത്തിൽ. കാരണം ഒരു രാജ്യങ്ങളും തീവ്രവാദത്തെ അനുകൂലിക്കുന്നവരല്ല, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും BBC അങ്ങനെ ഒരു നിലപാടെടുത്താൽ BBC-ക്ക് പൂട്ടുപിഴുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. BBC-ക്ക് പൂട്ടുപിഴാൻ അവിടെ ഭരിക്കുന്നത് മോദി അല്ലല്ലോ, ആ ഒരു വ്യത്യാസമുണ്ട്. അതെ.